ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന. പതിവ് പോലെ ഇന്നൊരു പുതിയ സ്റ്റോറിയാണേ. ഗിരിജ എന്ന മധ്യവയസ്കയുടെ അടിമയായി ജീവിതം നയിക്കേണ്ടി വന്ന ഒരു പാവം യുവാവിൻ്റെ കഥ. എനിക്ക് 20 വയസ്സ് പ്രായമുണ്ട്. ഗിരിജ ഒരു 37 വയസ്സ് പ്രായം കാണും. എൻ്റെ രണ്ടാനമ്മ ആയാണ് അവർ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എൻ്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അച്ഛന് ഗിരിജയോട് അടുപ്പമുണ്ടെന്ന രീതിയിലുള്ള സംസാരം ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛൻ സമ്പന്നനായിരുന്നു. ബിസിനസ്സും സ്വന്തമായി ബാറുമൊക്കെ ഉണ്ടായിരുന്നു. മൂന്നാറിൽ ഒരു തേയിലത്തോട്ടവും എസ്റ്റേറ്റുമൊക്കെ ഉണ്ട്. മാസത്തിലൊരിക്കൽ ഗിരിജ മമ്മിയും അച്ഛനും അവിടെ പോകാറുണ്ട്. ഇടയ്ക്ക് മമ്മി ഒറ്റയ്ക്കും. അമ്മ മരണപ്പെട്ടതിൽ പിന്നെ അച്ഛൻ ഗിരിജ എന്ന സ്ത്രീയെ കല്യാണം കഴിച്ചു. അച്ഛൻ്റെ സ്വത്തുവകകളിലും സ്വന്തം നേട്ടങ്ങളിലുമായിരുന്നു അവർക്ക് ആദ്യമേ കണ്ണ്. കാഴ്ചയ്ക്ക് ഒരാന ചന്തമുള്ള സ്ത്രീയാണ്. ഞാൻ കല്യാണശേഷം അവരെ ഇളയമ്മ എന്നാണ് വിളിച്ചതെങ്കിലും അവരത് തിരുത്തി മമ്മി എന്നാക്കി മാറ്റി. ഗിരിജ മമ്മി അച്ഛനെ കല്യാണം കഴിക്കും മുമ്പ് ഒരു പ്രൈവറ്റ് മാനേജ്മെൻറ്റ് സ്കൂളിലെ ടീച്ചർ കൂടിയായിരുന്നു. വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു ഗിരിജ മമ്മി എന്ന് കേട്ടിട്ടുണ്ട്. മാത്സ് ടീച്ചർ ആയതുകൊണ്ട് കുട്ടികളെ സാമാന്യം നന്നായി പിച്ചുന്നതും അടിക്കുന്നതുമൊക്കെ അവർക്കൊരു ഹരമായിരുന്നു. ഒടുക്കം കുട്ടികളുടെ രക്ഷിതാക്കളിൽ ആരോ പ്രശ്നമുണ്ടാക്കി സ്കൂളിൻ്റെ സൽപ്പേരിനെ ബാധിക്കുമെന്നായപ്പോൾ ചെവി അറിയാതെ പുറത്താക്കി എന്നൊക്കെയാണ് കേട്ടുകേൾവി. അച്ഛന് ആ സ്കൂളിലെ മാനേജ്മെൻറ്റിൽ സ്വാധീനവും അംഗത്വവും ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് അവർ തമ്മിൽ പരിചയപ്പെടുന്നതും ഗിരിജമമ്മി അച്ഛനെ വശീകരിച്ച് കയ്യിലെടുക്കുന്നതും. പിന്നീട് അച്ഛനോടൊപ്പം തന്നെ കുറച്ചുനാൾ ഹോട്ടലുകളിലും മൂന്നാറിലെ എസ്റ്റേറ്റിലുമൊക്കെയായി കറക്കവും മറ്റു പലതും. ഒടുക്കം പറഞ്ഞു മയക്കി അച്ഛനെ കെട്ടുകയായിരുന്നു. വലിയ സ്നേഹമൊന്നും അവരെന്നോട് പ്രകടിപ്പിച്ചിട്ടില്ല. പിന്നെ പതിയെ മയപ്പെട്ടു. അച്ഛനുള്ളപ്പോൾ തന്നെ മറ്റു പുരുഷന്മാരോടൊത്ത് ശരീരം പങ്കുവെക്കുന്നതൊക്കെ മമ്മിക്ക് താല്പര്യമുള്ള വിഷയമായിരുന്നു. അച്ഛനെ കുടിപ്പിച്ച് കിടത്തി മമ്മി അച്ഛൻ്റെ ചങ്ങാതിയായ ഒരാളുമായി കിടപ്പറ പങ്കിടുന്നത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ആ ഇടയ്ക്ക് അച്ഛൻ ഒരു കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. ഞാൻ മാനസികമായി വളരെ തകർന്ന സമയമായിരുന്നു. അച്ഛൻ്റെ സ്വത്തുവകകളൊക്കെ അപ്പോഴേക്കും മമ്മി കൈവശമാക്കിയിരുന്നത് ഞാൻ അറിഞ്ഞിരുന്നില്ല. അച്ഛൻ്റെ സകല സ്വത്തുക്കളും മമ്മിക്ക് എഴുതി കൊടുത്തിരുന്നു. മകനുള്ള പങ്ക് മമ്മി നിശ്ചയിക്കും എന്നൊക്കെ ഡിമാൻഡുകൾ വെച്ചുള്ള വിൽപത്രം. മമ്മി മുൻപേ കരുനീക്കി കളിച്ചിരുന്നു. മദ്യലഹരിയിൽ അച്ഛനുള്ളപ്പോൾ ഗിരിജ മമ്മി തന്ത്രപൂർവ്വം എഴുതി വാങ്ങുകയായിരുന്നു. അച്ഛൻ്റെ മരണത്തെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ മൂഡ് ഓഫ് ആയിരുന്നു. മമ്മി എന്നെ വന്ന് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു. എനിക്കിനി നീ മാത്രമേ ഉള്ളൂ എന്നൊക്കെ മമ്മി പറഞ്ഞുകൊണ്ട് എന്നെ കെട്ടിപ്പിടിക്കാനും തലോടാനും ഒക്കെ തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിലെ വികാരങ്ങളും അതോടൊപ്പം മുളപൊട്ടി തുടങ്ങിയിരുന്നു. എല്ലാം മറ്റു ബന്ധുക്കളെ കാണിക്കാനുള്ള പുറംപൂച്ചായിരുന്നു എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. പക്ഷേ അതറിയാതെ മമ്മിയെ ഞാൻ മറ്റൊരു കണ്ണിലൂടെ കാണാൻ തുടങ്ങി. മമ്മിയുടെ സാമീപ്യവും ഗന്ധവും എന്നെ വികാരം കൊള്ളിച്ചു. അവർ അഴിച്ചിടുന്ന മുഷിഞ്ഞ വസ്ത്രങ്ങൾ പോലും എനിക്കിഷ്ടമായിരുന്നു. എന്നിലെ കാമം എന്ന വികാരം അതിൻ്റെ മൂർധന്യത്തിലെത്തിയിരുന്ന പ്രായം കൂടിയായിരുന്നല്ലോ അത്. പക്ഷേ മമ്മി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആളാകെ മാറി തുടങ്ങി. അച്ഛൻ്റെ ബിസിനസ്സൊക്കെ മമ്മി നേരിട്ട് നടത്താൻ തുടങ്ങി. അച്ഛൻ്റെ ബാറിലെ മാനേജറായ ചെറുപ്പക്കാരനായ ജോർജുമായി മമ്മിക്ക് അടുപ്പമുണ്ടെന്നും അവർ തമ്മിൽ അരുതാത്ത ബന്ധമൊക്കെ നടക്കുന്നുണ്ടെന്നും അച്ഛൻ്റെ ചില സുഹൃത്തുക്കൾ എന്നോട് പറയുകയുണ്ടായി. എന്നാൽ ഗിരിജയെ, എൻ്റെ മമ്മിയെ ഞാൻ അറിയാതെ ആരാധിച്ചു തുടങ്ങിയിരുന്നു. അവരുടെ കൊഴുത്ത ശരീരവും ചുമന്ന തുടുത്ത ചുണ്ടുകളും ആകെ മൊത്തത്തിൽ സീരിയൽ നടി സുചിത്ര നായരെ പോലെയാണ് മമ്മി. ആ ആരാധന പതിയെ അവരെ അനുസരിക്കാനുള്ള അടിമത്വം എന്നിൽ വളർത്തി. ജോർജുമായി മമ്മി വീട്ടിൽ വന്ന് സല്ലപിക്കുന്നതും മദ്യപിക്കുന്നതും ബന്ധത്തിലേർപ്പെടുന്നതും ഞാൻ ഒരിടയ്ക്ക് കാണാനിടയായി. കോളേജ് വിട്ട് വന്ന ഞാൻ എൻ്റെ മൊബൈലിൻ്റെ ചാർജർ വർക്കാകാത്ത കാരണം മമ്മിയുടെ റൂമിലേക്ക് ചെന്ന് മമ്മിയുടെ ചാർജർ എടുക്കാൻ ആയാണ് ചെന്നത്. എന്നാൽ വാതിൽ തള്ളി തുറന്ന് ഞാൻ കാണുന്നത് ജോർജുമായി പൂർണ്ണമായി സഹകരിച്ച് നിൽക്കുന്ന മമ്മിയെയാണ്. എനിക്ക് ആദ്യം ദേഷ്യം തോന്നിയെങ്കിലും ജോർജിൻ്റെ ഭാഗ്യമോർത്തപ്പോൾ അവനോട് വെറുപ്പ് തോന്നി. വാതിൽ തുറന്ന ശബ്ദത്തിൽ മമ്മിയും ജോർജും ഞെട്ടി എന്നെ നോക്കി.
ജോർജിൻ്റെ മുഖത്ത് ഒരു ഭയമുണ്ടായിരുന്നെങ്കിലും മമ്മി ഞാൻ അങ്ങോട്ട് ചെന്ന ദേഷ്യത്തിൽ എന്ന പോലെ എന്നെ തുറച്ചു നോക്കി. ഞാൻ അപ്പോൾ തന്നെ വാതിലടച്ച് തിരികെ റൂം വിട്ടിറങ്ങി. മമ്മിയെ ഒറ്റ നോട്ടമേ കണ്ടുള്ളൂ എങ്കിലും വെളുത്തു കൊഴുത്ത അവരുടെ ആ ലുക്ക് എന്നെ പുളകം കൊള്ളിച്ചു. ഞാൻ നേരെ എൻ്റെ റൂമിലേക്ക് ചെന്ന് ബെഡിലേക്കിരുന്നു. അപ്പോഴേക്കും ഹാളിൽ നിന്ന് ചില്ലറ സംസാരമൊക്കെ കേട്ടു തുടങ്ങി. മമ്മിയുടെയും ജോർജിൻ്റെയും ആണെന്ന് എനിക്ക് മനസ്സിലായി. മമ്മിക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം തോന്നിയോ എന്ന ഭയം എന്നിലുണ്ടായ കാരണം ഞാൻ പുറത്തേക്കിറങ്ങിയില്ല. അല്പനേരം ശബ്ദങ്ങളൊന്നും കേട്ടില്ല. പിന്നെ ഞാൻ കാണുമ്പോൾ മമ്മി എൻ്റെ റൂമിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. ഒരിളം നീല നൈറ്റിയാണ് മമ്മിയുടെ വേഷം. രാത്രി ഇടുന്ന നേർത്ത നൈറ്റിയാണത്. ഏറെക്കുറെ നിഴലടിച്ച് ശരീരത്തിൻ്റെ ആകാരം മുഴുവൻ കാണാം. മമ്മി ദേഷ്യത്തോടെ എന്നെ നോക്കുന്നുണ്ട്. സോറി മമ്മി, ഞാൻ അറിയാതെ. അവരെ നോക്കി ഞാൻ പതിയെ പറഞ്ഞു, മാനേഴ്സ് ഇല്ലടാ നിനക്ക്. ഇങ്ങനെയാണ് ഒരാളുടെ റൂമിലേക്ക് കടന്നു വരുന്നേ. ഞാൻ പ്രതീക്ഷിച്ചതിൽ നിന്നും വിപരീതമായി മമ്മി ശാന്തയായാണ് കാണപ്പെട്ടത്. അത് മമ്മി സോറി, ഞാൻ ഓർത്തില്ല. ഗിരിജ ഒന്ന് മൂളി, പിന്നെ എന്നെ ഒന്ന് നോക്കി. ആട്ടെ, മോനെന്താ അവിടെ കണ്ടത്? ഗിരിജ ചിരിച്ചുകൊണ്ട് എൻ്റെ അരികിലേക്ക് മുട്ടിയൊരുമിയിരുന്നു. അവരുടെ സാമീപ്യം എന്നെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചു. ഒന്നുമില്ല മമ്മി, ഞാൻ ഒഴിഞ്ഞു മാറി. അതല്ല, മോന് മമ്മിയോട് ദേഷ്യമൊന്നും തോന്നിയില്ലേ ജോർജിനെ എൻ്റെ കൂടെ കണ്ടപ്പോൾ? എനിക്ക് എന്ത് പറയണമെന്നറിയാതെ ഞാൻ കുഴങ്ങി. മമ്മി എൻ്റെ തോളിൽ കൈവച്ച് എന്നെ ചേർത്ത് പിടിച്ച് എന്നെ നോക്കി. പറ മോനെ, മമ്മിയോട് ദേഷ്യമുണ്ടോ? ഇല്ല മമ്മി. ഞാൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞപ്പോൾ മമ്മിയുടെ കണ്ണുകൾ വിടർന്ന് വിശ്വാസം വരാതെ അവരെന്നെ മിഴിച്ചു നോക്കി. അതെന്താ മോന് ദേഷ്യം വരാത്തത്? പറ, എന്തെങ്കിലും കാരണം വേണ്ടേ? ഞാനതിന് ജോർജിനെ ശ്രദ്ധിച്ചില്ല. ഞാൻ പറഞ്ഞു നിർത്തി മമ്മിയെ നോക്കി. പിന്നെ? മമ്മി എൻ്റെ വാക്കുകൾക്കായി ആകാംക്ഷയോടെ നോക്കി. മമ്മിയെയാണ് ഞാൻ നോക്കിയത്. ഞാൻ നാണമില്ലാതെ പറഞ്ഞ് മമ്മിയെ നോക്കി. എന്നിട്ട് മമ്മിയെ ശരിക്കും കണ്ടോ? മമ്മി കൈകൾ എൻ്റെ തലയിൽ തഴുകിക്കൊണ്ട് എന്നെ നോക്കി. എൻ്റെ ചെക്കൻ ഉണരുന്നത് ഞാൻ അറിഞ്ഞു. ചെറുതായിട്ട്. ഞാൻ മുഖമുയർത്താതെ പറഞ്ഞു. ഗിരിജ ഒന്ന് മൂളി, പിന്നെ എന്നെ നോക്കി. മോന് മമ്മിയെ ഇഷ്ടമാണോ? പറ. ഗിരിജ എൻ്റെ കവിളിൽ തഴുകി. അത് മമ്മി, ഞാൻ വിക്കി. പറയടാ, മോന് മമ്മിയെ വേണോ? ഗിരിജ എന്തിനും തയ്യാറെന്ന പോലെ എന്നെ നോക്കി. ആ നോട്ടത്തിൽ ഞാൻ ഇല്ലാതായ പോലെ എനിക്ക് തോന്നി. ജോർജിനെ പോലെ ചെയ്യണോ എൻ്റെ മോന്? പറയടാ, നിൻ്റെ മമ്മിയല്ലേ ചോദിക്കുന്നേ? ഞാൻ നിന്ന് വിയർത്തു. മോൻ ആഗ്രഹമുണ്ടല്ലോ, പിന്നെന്താ പറയാത്തത്? എൻ്റെ കവളിൽ തഴുകി ഗിരിജ എന്നെ നോക്കി. നാണമാണോ മോന്? മമ്മി എൻ്റെ കീഴ്ത്താടി പിടിച്ച് എന്നെ കാമത്തോടെ നോക്കി. പക്ഷേ പതിയെ അവരുടെ മുഖഭാവം മാറി. കണ്ണിൽ ദേഷ്യവും വെറുപ്പും പ്രകടമായി. എൻ്റെ കീഴ്ത്താടിയിൽ പിടിച്ച വലത് കൈ എൻ്റെ കവളിലേക്ക് ചലിച്ചു. മമ്മിയുടെ മുഖം ചുവന്നു തൊടുത്തു. എൻ്റെ കവളിൽ പിടിച്ച കൈകൾ എൻ്റെ മുഖത്തമർന്നു. അവരുടെ നഖം എൻ്റെ മുഖത്ത് വേദനപ്പെടുത്തി. പന്ന നായിൻ്റെ മോനെ, ഒരീണത്തിൽ പറഞ്ഞ് അവരെൻ്റെ മുഖത്ത് അല്പം ശക്തിയിലടിച്ചു. ഞാൻ ബെഡിലേക്ക് അല്പം വീണുപോയി. കരണം പുകഞ്ഞ് കവിളും പൊത്തിപ്പിടിച്ച് ഞാൻ അവരെ നോക്കി. മമ്മി എന്ന് വിളിച്ച് ഞാൻ അവരെ അത്ഭുതത്തോടെ നോക്കി. ആക്രോശിച്ചുകൊണ്ട് അവരെൻ്റെ മറുകരണത്ത് മടിച്ചു. എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നി. അവരുടെ മൃദുലമായ കരങ്ങൾക്ക് നല്ല കരുത്തുള്ള പോലെ എനിക്ക് തോന്നി. എൻ്റെ സ്വകാര്യതയിലേക്ക് ഒരുത്തനും വരണ്ട കേട്ടോടാ. പിന്നെ എൻ്റെ ശരീരത്തിലേക്കുള്ള നോട്ടം അങ്ങ് നിർത്തിയേക്ക് കേട്ടല്ലോ. അവരെൻ്റെ മുഖം പിടിച്ചുയർത്തി തുറിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ മൂളിക്കൊണ്ട് തലയാട്ടി. ഗിരിജയും മൂളി. പിന്നെ എന്നെ അടിമുടി ഒന്ന് നോക്കി. എൻ്റെ കവിൾ രണ്ടും അടികൊണ്ട് ചുവന്നിട്ടുണ്ടായിരുന്നു. നിന്റെ തന്തയില്ലെങ്കിലും എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ. ഇവിടെ പലരും വന്നു പോകും. നീ അതൊക്കെ കണ്ടില്ലെന്ന് വെച്ചങ്ങ് ജീവിച്ചോണം. ഞാൻ മമ്മിയെ വിശ്വാസം വരാതെ നോക്കി. അവരൊക്കെ എൻ്റെ ഗസ്റ്റാണ്. മുഖം വീർപ്പിക്കാതെ അവരുടെ മുന്നിൽ നല്ല കുട്ടിയായി നിന്നോണം കേട്ടല്ലോടാ.
ഞാൻ എല്ലാം തലയാട്ടി കേട്ടു. പിന്നെ നീ ഇന്നലെ ഫീസ് അടയ്ക്കാൻ കാശ് ചോദിച്ചില്ലായിരുന്നോ? എത്രയാ വേണ്ടത്? ഗിരിജ കൈകൾ മാറിൽ പിണച്ചു വെച്ച് എന്നെ നോക്കി. 10,000 എന്ന് ഞാൻ പതുക്കെ പറഞ്ഞു. കാശ് മൊത്തം എൻ്റെ പേരിലായതിൽ നിനക്ക് വിഷമമുണ്ടോടാ? ഞാനില്ലെന്ന് തലയാട്ടി. ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. ഇനി ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് ആഹാരവും കാശും കിട്ടും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി വല്ലയിടത്തും ജീവിച്ചോണം. സമ്മതമാണെങ്കിൽ ഇനി അടുത്തു വാ. ഞാൻ ബെഡിൽ നിന്നും എഴുന്നേറ്റു. അതിസുന്ദരിയായ അവരെ നോക്കി. ഭയം തോന്നിയെങ്കിലും അവരെ അനുസരിക്കുന്നതിൽ ഞാൻ ആനന്ദം കണ്ടെത്തി. അവരുടെ അടുത്തെത്തിയ എൻ്റെ തോളിൽ പിടിച്ച് ഗിരിജ എന്നെ നോക്കി. അപ്പോൾ എൻ്റെ അനുസരണയുള്ള മോൻ നിലത്തോട്ടിരിക്കെ. ഞാൻ അവരെ നോക്കി. അവരൊന്ന് പുഞ്ചിരിച്ചു. പിന്നെ ബെഡിലേക്കിരുന്നു. ഒരു കാലിന്മേൽ മറ്റേ കാൽ കയറ്റി വെച്ചിരുന്നു. സ്വർണ്ണ കൊലുസ്, സ്വർണ്ണ നാഗത്തെ പോലെ ചുറ്റിയ കണങ്കാലും ചുവന്ന നെയിൽ പോളിഷിട്ട നഖങ്ങളുമുള്ള മമ്മിയുടെ കാൽ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇരിക്കടാ അങ്ങോട്ട്. മമ്മിയുടെ ശബ്ദമുയർന്നപ്പോൾ ഞാൻ നിലത്തോട്ടിരുന്നു. ഗിരിജ വന്ന് മൂളി. തല കുനിച്ചിരിക്കുന്ന എൻ്റെ കീഴ്ത്താടിയിലേക്ക് മമ്മിയുടെ ഇടത് കാൽ അരിച്ചെത്തി. കാലുകൊണ്ട് എൻ്റെ മുഖം ഉയർത്തി മമ്മി ചിരിച്ചു. മമ്മിയുടെ കാല് മോനൊന്ന് വൃത്തിയാക്കി വെളുപ്പിക്കണം. എന്താ? ഞാൻ അവരെ വിശ്വാസം വരാതെ നോക്കി. എന്നെ ഒരു സ്ലേവാക്കി മാറ്റാനുള്ള അവരുടെ നീക്കത്തിൻ്റെ തുടക്കമാണതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ ആ അടിമത്വം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഗിരിജ എൻ്റെ മുഖത്തിന് നേരെ കുനിഞ്ഞു. പിന്നെ എൻ്റെ മുടിയിൽ പിടിച്ച് മുഖം മുകളിലോട്ടായി ഉയർത്തി. ഇന്നു തൊട്ട് നീ എൻ്റെ അനുസരണയുള്ള വാലാട്ടിപ്പട്ടിയാണ്, കേട്ടല്ലോ. അത് പറഞ്ഞു തീർന്ന ഉടൻ തന്നെ എൻ്റെ മുഖത്തേക്ക് മമ്മി കാറി തുപ്പി. മമ്മി ആനന്ദം കൊണ്ട് ഒന്ന് ഇളകിയാടി. നിന്റെ തന്ത ചത്തപ്പോഴേ നീ ഒരു അധികപ്പറ്റാണെന്ന് തോന്നിയതാ. പിന്നെ പാവമല്ലേ, ഇവിടെ പിഴച്ചു പൊക്കോട്ടെ എന്ന് വെച്ചത് തന്നെ എൻ്റെ ഔദാര്യമായിട്ട് കണ്ടാൽ മതി, കേട്ടോടാ. ഞാൻ മമ്മിയിലെ ക്രൂരമായ ഭാവം ആസ്വദിച്ച് അല്പം ഭീതിയോടെ തന്നെ അവരെ നോക്കി തലയാട്ടി. എന്നാ നിനക്ക് കൊള്ളാം. പിന്നെ ഇവിടെ പലരും വന്നു പോകും. ഒക്കെ കണ്ടില്ലെന്ന് വെച്ച് ഒരു മൂലക്കിരുന്നോണം. വരുന്നവരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരാ. ഞാൻ പതിയെ മൂളി. ഗിരിജ എൻ്റെ മുഖത്ത് ഇടത് കാലിൻ്റെ കാൽവെള്ള അമർത്തി. ഞാൻ അല്പം പുറകോട്ട് നീങ്ങിയെങ്കിലും ബാലൻസ് ചെയ്തു. അവരുടെ കാലിൻ്റെ മിനുസവും മണവും എനിക്ക് പുതിയ അനുഭവമായി. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യടാ ഡാഷ് മോനെ. ഞാൻ അനങ്ങാതെ ഇരിക്കുന്ന കാരണം ഗിരിജയ്ക്ക് ദേഷ്യം വന്നു. അവരൊന്നലറി. അതോടെ ഞാൻ അവർ പറഞ്ഞതനുസരിച്ചു. മതിയടാ, ഇനി ഇങ്ങടുത്തു വാ. ഞാൻ എണീക്കാൻ തുനിഞ്ഞപ്പോൾ അവരെന്നെ കാലുയർത്തി ചവിട്ടി വീഴ്ത്തി. മുട്ടിലിഴഞ്ഞ് വാടാ നാറി. നിലത്ത് നിന്നും മുട്ടിലിരുന്ന ഞാൻ പിന്നെ മുട്ടിലിഴഞ്ഞ് അവരുടെ അരികിലെത്തി. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഞാൻ മൂളി. മമ്മി ആജ്ഞാപിക്കുന്ന സ്വരത്തിൽ. ഞാൻ കുരയ്ക്കാൻ പറഞ്ഞാൽ കുരയ്ക്കണം, എന്തും പറഞ്ഞാൽ അനുസരിക്കണം, കേട്ടല്ലോടാ വാലാട്ടിപ്പട്ടി. എന്നെ പുച്ഛത്തോടെ നോക്കിയിട്ട് മമ്മി പോയി. അതൊരു ടീസർ മാത്രമായിരുന്നു. പടം മുഴുവൻ പിന്നീടുള്ള ദിവസങ്ങളിലായിരുന്നു. സംഭവിച്ചതൊക്കെ സത്യമോ വിദ്യയോ എന്നോർത്ത് ഞാൻ അല്പനേരം അങ്ങനെ ഇരുന്നു. എന്നാൽ മമ്മിയുടെ ആട്ടും തുപ്പും ഏറ്റുവാങ്ങിയെങ്കിലും അവരുടെ പ്രീതി സമ്പാദിക്കണം എന്ന അടിമത്വം എന്നിൽ വളർന്നു തുടങ്ങിയിരുന്നു. പിറ്റേന്ന് ഞാൻ ക്ലാസ്സിന് പോയി. സ്ട്രൈക്ക് കാരണം ഉച്ചയോടെ തന്നെ തിരിച്ചു വന്നു. വീട് ലോക്ക് ചെയ്ത് കിടപ്പായിരുന്നു. മമ്മി എവിടെ പോയെന്ന് വലിയ തിട്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കയ്യിലുണ്ടായിരുന്ന മറ്റൊരു ചാവി വെച്ച് വീട് തുറന്നു. ശേഷം ഹാളിലെ സോഫയിലേക്ക് ചെന്ന് കിടന്നു. അങ്ങനെ ഇരിക്കെ അല്പം കഴിഞ്ഞപ്പോൾ ഗിരിജ മമ്മി കാറിൽ വീട്ടിലേക്ക് വന്നു. ഡ്രൈവിംഗ് സീറ്റിൽ പക്ഷേ ഒരാൺരൂപമായിരുന്നു. ഞാൻ ഉമ്മറത്തേക്ക് പോകാതെ തന്നെ ഹാളിലെ ജനലിലൂടെ നോക്കി. കാർലോസ് ആണത്. അച്ഛൻ്റെ ബിസിനസ്സിലൊക്കെ മുൻ പാർട്ണറായിരുന്ന അബ്കാരി കോൺട്രാക്ടറും പുത്തൻ പണക്കാരനുമായ കാർലോസ് മുതലാളി. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും മധ്യവയസ്കനായ സിൽക്കിൻ്റെ ജുബയും മുണ്ടും ധരിച്ച കാർലോസ് മുതലാളി പുറത്തിറങ്ങി. പിന്നാലെ ചുവന്ന ഷോർട്ട് സ്ലീവ് കൈയുള്ള ഇറുകിയ ബ്ലൗസും സാരിയും ധരിച്ച ഗിരിജ മമ്മിയും.
ഡൈ ചെയ്ത് കറുപ്പിച്ച കട്ടിയുള്ള മീശയും ഷേവ് ചെയ്ത് മിനുക്കിയ താടിയും അല്പം മുൻവശം കൊഴിഞ്ഞു തുടങ്ങിയ മുടിയും കഴുത്തിൽ തിളങ്ങുന്ന സ്വർണമാലയും വലത് കൈയിൽ നല്ല കട്ടിയുള്ള ചങ്ങല കണ്ണികൾ പോലുള്ള ബ്രേസ്ലെറ്റും ഇടത് കൈയിൽ ഒരു ബ്രാൻഡഡ് വാച്ചും. പോലീസുകാരുടേതിന് സമാനമായ ഷൂ. അത് ലെതർ പോലുള്ള മെറ്റീരിയൽ ആണെന്ന് എനിക്ക് തോന്നി. മുൻവശം ചുണ്ടൻ വള്ളം പോലെ കൂർത്തു നിൽക്കുന്ന തരത്തിലുള്ള പാതുകം. മമ്മിയുടെ വലത് കൈയിൽ കാറിൽ നിന്നെടുത്തൊരു കവറുണ്ട്. എന്തോ പർച്ചേസിങ് കഴിഞ്ഞിറങ്ങിയ ലക്ഷണമാണ് കണ്ടിട്ട്. അല്പം ഹീൽസുള്ള കറുത്ത മോഡേൺ ചെരുപ്പും വലത് കൈയിൽ കെട്ടിയ ലേഡീസ് വാച്ചും ഇടത് കൈയിലെ സ്വർണ്ണവളയും മമ്മിക്ക് അഴക് കൂട്ടിയിട്ടുണ്ട്. വണ്ടിയുടെ ശീതളമായ അവസ്ഥയിൽ നിന്നുമാണ് പുറത്തേക്കിറങ്ങിയതെങ്കിലും മമ്മിയുടെ ബ്ലൗസിൻ്റെ കക്ഷഭാഗവും മുതുകുമെല്ലാം വിയർത്ത് കിനിഞ്ഞ് കിടക്കുന്ന കാഴ്ച കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ കുളിരി കോരി. പോർച്ചിൽ നിന്നും മമ്മിയും കാർലോസ് അച്ചായനും ഉമ്മറത്തേക്ക് കയറി. വലത് കൈയിലെ ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് മോഡൽ ഫോണും ഇടം കൈയിൽ ഒരു ചെറിയ സ്യൂട്ട് കേസും പിടിച്ചുകൊണ്ട് കാർലോസ് മുതലാളി മമ്മി അനുഗമിച്ച് അകത്തേക്ക് കയറി. മുടിയിഴകൾ വിരുത്തിയിട്ടുകൊണ്ട് മമ്മി കുണുങ്ങി മുന്നേ നടന്നു. ഞാൻ ഒളിച്ചു നിന്നിടത്തു നിന്നും വാതിൽക്കലേക്ക് നീങ്ങി അവർക്ക് ദർശനം നൽകിക്കൊണ്ട് നിന്നു. എന്നെ കണ്ടപ്പോൾ കാർലോസ് അച്ചായൻ ഒന്ന് ചിരിച്ചു. "ഹാ, നീ എന്താടാ ഇന്ന് നേരത്തെ വന്നത്? ക്ലാസ്സിന് പോയില്ലേ?" മമ്മി ദേഷ്യത്തോടെ എന്നെ നോക്കി ചോദിച്ചുകൊണ്ട് ഹാളിലേക്ക് കയറി. പിന്നെ എൻ്റെ മുഖത്ത് നിന്നും നോട്ടം വെട്ടിച്ച് അച്ചായന് നേരെ തിരിഞ്ഞു. "അച്ചായൻ റൂമിൽ വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോൾ വരാമേ." മമ്മി സ്വന്തം റൂം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങേരോടായി പറഞ്ഞു. അച്ചായൻ എന്നെ ഒന്ന് സംശയത്തോടെ നോക്കിയ ശേഷം തിരിച്ചു മമ്മിയെ നോക്കി. "ധൈര്യമായിട്ട് ചെല്ലച്ചായ, ഞാനിതാ വരുന്നു." മമ്മി അച്ചായൻ്റെ കൈ പിടിച്ച് വിനയത്തോടെ കൊഞ്ചി. അയാളുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. മമ്മിയുടെ തോളിൽ പതിയെ തട്ടി അയാൾ എന്നെയും ഒന്ന് നോക്കിയ ശേഷം റൂമിലേക്ക് കടന്നു. അച്ചായൻ അകത്തേക്ക് കയറിയപ്പോൾ പിന്നാലെ ചെന്ന് മമ്മി വാതിൽ ചാരിയ ശേഷം എൻ്റെ അരികിൽ വന്നു. "എന്താടാ, ചോദിച്ചതിന് മറുപടി വന്നില്ലല്ലോ ഇതുവരെ?" വന്നു കയറിയപ്പോൾ സോഫയിൽ വെച്ച് ഷോപ്പിംഗ് കഴിഞ്ഞുള്ള കവറുകൾ എടുത്ത് എനിക്ക് നേരെ തിരിഞ്ഞ് മമ്മി കണ്ണുരുട്ടി. "അത് സ്ട്രൈക്ക് ആയതുകൊണ്ട്..." ഞാൻ പറഞ്ഞു മുഴുമിക്കും മുമ്പ് മമ്മി മൂളി. ഞാൻ അവരുടെ ആ ശരീരത്തെ കൊതിയോടെ നോക്കി നിന്നു. "ഇത് നിൻ്റെ റൂമിലേക്ക് വെച്ചോ, ഞാനിപ്പോൾ വരാം. അകത്ത് നടക്കുന്നത് എന്തായാലും ആ പരിസരത്തേക്ക് വരരുത്, കേട്ടല്ലോടാ." പിന്നെ ഒന്നൊഴിഞ്ഞ് പുച്ഛത്തോടെ നോക്കി തിരിഞ്ഞു നടന്നു. കുണുങ്ങിയുള്ള അവരുടെ നടത്തം എന്നെ കൊതിപ്പിച്ചു. പോകുന്ന വഴി ഫ്രിഡ്ജ് തുറന്ന് ഐസ് ക്യൂബ്സ് ഉള്ള പാത്രം കൂടി മമ്മി എടുത്തു. മമ്മി വിലക്കിയെങ്കിൽ കൂടി അകത്തെന്താണ് നടക്കുന്നതറിയാൻ എനിക്ക് കൊതിയായി. ഞാൻ മമ്മി ചെന്ന് കതക് ചാരിയ ഉടനെ തൊട്ടപ്പുറത്തുള്ള ജനലിലൂടെ ഒളിഞ്ഞു നോക്കാനൊരുങ്ങി അവിടെ പതിയിരുന്നു. മമ്മി ഏൽപ്പിച്ച കവർ സോഫയിലേക്ക് തന്നെ ഇട്ടു. അകത്തു നിന്നും നോക്കിയാൽ പുറത്തുള്ളത് കാണാവുന്ന തരത്തിലുള്ള ചില്ലുകളാണ് ജനലിന്. അതിനോട് മുഖം ചേർത്ത് പുറത്തു നിന്ന് നോക്കിയാൽ അകത്തുള്ളതും കാണാം. ഞാൻ ആ ജനലിനോട് മുഖം ചേർത്ത് പിടിച്ചു നോക്കി. മമ്മി അച്ചായൻ അടുത്തേക്കിരുന്നു. അച്ചായൻ മമ്മിയുടെ കയ്യിൽ ഇടത് കൈ വെച്ച് തല ചെരിച്ചു നോക്കുന്നു. മമ്മിയുടെ മുഖത്ത് മുൻപില്ലാത്ത വിധം നാണം വിരിയുന്നു. പിന്നെന്തോ ഓർത്തെന്ന മട്ടിൽ മമ്മി എഴുന്നേൽക്കുന്നു. ആ സമയം അച്ചായൻ ജുബ്ബ അഴിച്ച് ബെഡിനടുത്തിരുന്ന ചെറിയ ടേബിളിൽ വെക്കുന്നു. അയാളുടെ അല്പം തടിച്ചുരുണ്ട ശരീരം എനിക്ക് വ്യക്തമായി കാണാം. രോമങ്ങൾ നിറഞ്ഞ മാറിടം, അതിലേക്ക് ഊർന്നു കിടക്കുന്ന വലിയ സ്വർണ്ണമാല. വയറൽപ്പം വീർത്ത് നിൽക്കുന്നുണ്ട്. കുടവയറാകും എന്നെനിക്ക് തോന്നി. ഇരിക്കുന്നത് കൊണ്ട് അല്പം വയർ ഉന്തി നിൽക്കുക സ്വാഭാവികമാണ്. അച്ചായൻ ജുബ്ബ അഴിച്ചു കഴിഞ്ഞതും മമ്മി അലമാരയിൽ നിന്ന് ഒരു മുന്തിയ ഇനം സ്കോച്ച് വിസ്കി എടുത്ത് അച്ചായനെ നോക്കി ചിരിച്ചു. അച്ചായൻ തിരിച്ചു. മമ്മി മദ്യക്കുപ്പി തുറന്ന് അലമാരയ്ക്കകത്ത് നിന്ന് തന്നെ ഗ്ലാസ് എടുത്ത് അതിലേക്ക് പകർന്നു. ഐസ് ക്യൂബ്സ് എടുത്ത് അതിലേക്ക് പകർന്നുകൊണ്ട് മമ്മി ഒന്ന് ഗ്ലാസ് ഇളകിയാടി അച്ചായന് നേരെ തിരിഞ്ഞു. അവർ സംസാരിക്കുന്നത് എന്താണെന്നറിഞ്ഞ് കേൾക്കാൻ എനിക്ക് വ്യഗ്രത കൂടി. ഞാൻ തിരിഞ്ഞ് വാതിൽക്കലേക്ക് തന്നെ പോയി. അതിൻ്റെ വിടവിലൂടെ അകത്ത് നടക്കുന്നത് കുറേശ്ശെ കാണാം. മമ്മി ഞാൻ കണ്ടാലും കുഴപ്പമില്ല എന്നുറപ്പിച്ചാണ് വാതിൽ ലോക്ക് ചെയ്യാഞ്ഞത് എന്നെനിക്ക് തോന്നി. ഒരു പക്ഷേ ഞാനിത് കാണണം എന്നവർക്ക് നിർബന്ധമുള്ള പോലെ.
മമ്മി പുഞ്ചിരിച്ചുകൊണ്ട് മധ്യ ഗ്ലാസ് അച്ചായന് നീട്ടി. അയാളത് കൈനീട്ടി വാങ്ങിയ ശേഷം മറുകൈയാൽ മമ്മിയെ അയാളിലേക്ക് ചേർത്ത് പിടിച്ചു. നീ ഓരോ വട്ടം കാണുമ്പോഴും സുന്ദരി ആയിക്കൊണ്ടേ ഇരിക്കുവാണല്ലോ ഗിരിജേ. അച്ചായൻ അല്പം മദ്യം നുകർന്ന് മമ്മിയെ നോക്കി ചിരിച്ച് അവരുടെ അല്പം ലിപ്സ്റ്റിക്ക് പൂശിയ ചുവന്ന അതരങ്ങളിൽ ചുണ്ടമർത്തി. ഓ, ഒന്ന് പോയി ചായ, സോപ്പിട്ട് കളിയാക്കണ്ട. ചുംബനം മടുത്തെന്ന പോലെ അയാളെ തള്ളി മാറ്റി മമ്മി പരിഭവിച്ചു. സോപ്പല്ലടി, കഴിഞ്ഞ ആഴ്ച കണ്ടതിലും ഒന്ന് മിനുങ്ങിയിട്ടുണ്ട് നീ. ആണോ? പക്ഷേ കഴിഞ്ഞ വട്ടം പറഞ്ഞു പറ്റിച്ച പോലെയല്ല. പറഞ്ഞ മുതൽ എനിക്ക് കിട്ടണം. അയാളുടെ നെഞ്ചിലെ രോമങ്ങളിൽ വിരലൊടിച്ച് മമ്മി പറഞ്ഞു. അച്ചായൻ പെട്ടെന്ന് മമ്മിയെ നോക്കി പരിഭവിച്ചു. പിന്നെ മദ്യം ഒറ്റയടിക്ക് വലിച്ചു കയറ്റി. ഹാ, ഒന്ന് ഓതി വിട്ടുകൊണ്ട് അച്ചായൻ ആ ലഹരി ആസ്വദിച്ചു. എല്ലാം തരാൻ ഗിരിജേ, നീ പിടയ്ക്കല്ലേ. എന്നെ പറ്റിച്ച അറിയാലോ. ഓ, അറിയാം. അച്ചായൻ പതിയെ ചിരിച്ചു. പിന്നെ തലയണ കൂട്ടി വെച്ച് അച്ചായൻ ബെഡിലേക്ക് ചാരി കിടന്ന് മമ്മിക്ക് നേരെ ഗ്ലാസ് നീട്ടി. ഒന്നുകൂടെ എടുക്കടി, എന്നിട്ടാവാം. മമ്മി വീണ്ടും ഒരു സെറ്റ് കൂടെ മിക്സ് ചെയ്തു വന്ന് അങ്ങേർക്ക് നൽകി. ഞാനിതൊക്കെ ശ്വാസമടക്കി കണ്ടു. ഗ്ലാസ് വാങ്ങി മൂന്നിയ ശേഷം അത് ടേബിളിലേക്ക് കൈ എത്തിച്ച് വെച്ച് അയാൾ മമ്മിയെ അയാളുടെ മാറിലേക്ക് വലിച്ചു കയറ്റി കിടത്തി. ഫാൻ ഇടാത്തതുകൊണ്ട് അച്ചായനും മമ്മിയും വിയർത്തു തുടങ്ങിയിരുന്നു. മമ്മിയുടെ വിയർത്ത് നിൽക്കുന്ന ശരീരം അയാൾ കൊതിയോടെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഈ സ്റ്റോറിയുടെ ബാക്കി പോർഷൻ ടെലഗ്രാം ചാനലിലായിരിക്കും ഇടുന്നത്. ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. വിത്ത് ലവ്, അലീന.